ചങ്ങലയിലൂടെ ബന്ധിച്ചിട്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. എന്റെ കൈകൾ സ്വതന്ത്രമായിരുന്നെങ്കിൽ അന്നേ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. ജോണി, ടീച്ചർ, നീ എനിക്കൊരു സഹായം ചെയ്യും. എന്റെ ആലീസിന്റെ സമീപത്ത് എത്രയും വേഗം പറന്നെത്താൻ എന്റെ കഴുത്ത് നിരിച്ചു കൊല്ലും. ടീച്ചർ, പ്ലീസ് ഡു ഇറ്റ്. ടീച്ചർ, പ്ലീസ്. എന്നോട് ക്ഷമിക്കൂ ജോണി. നിന്റെ ഹൃദയം എന്തെന്ന് മനസ്സിലാകാതെ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. ഞാനും നിരവില്ല. ജോണി, എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നിനക്ക് കഴിയും. അങ്ങനെ സിംഹം എന്റെ ഗുഹയിൽ തന്നെ വന്ന് ചാടി. ഇനി നീ ഇവിടെ ഒന്നും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. പിടിച്ചു കെട്ടനായവനെ. ഒരു പട്ടിയെ കൊല്ലുന്നത് പോലെ ഈ നിമിഷം നിന്നെ എനിക്ക് വിടുവെച്ചു കൊല്ലാം. പക്ഷെ ഇപ്പോൾ ഞാൻ അത് ചെയ്യില്ല. അല്പം ചില കാര്യങ്ങൾ കൂടി നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ എനിക്ക് ചെയ്യേണ്ടതുണ്ട്. അതെന്താണെന്ന് അറിയണമെന്നതല്ലേ? ഇപ്പോൾ പറഞ്ഞാൽ അതിന്റെ ത്രില്ല് പോകും. പ്ലീസ് വെയിറ്റ് ആൻഡ് സീ. പീറ്റർ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ലേ നിങ്ങൾ ലൈറ്റ് അണച്ചത്? അതെ. അയാൾ ഇവിടെയല്ലേ ഒളിവിൽ കഴിഞ്ഞിരുന്നത്? അല്ല, പോലീസിന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയതിനു ശേഷം അയാൾ ഇവിടെ വന്നിട്ടേയില്ലേ? വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ തങ്ങിയിട്ടില്ല. അശ്വതി പീറ്ററെ കാണാൻ കൂടെ കൂടെ ഇവിടെ വരാറുണ്ടായിരുന്നു. ഒരിക്കലും വന്നിട്ടുണ്ട്. പീറ്റർ ഇപ്പൊ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. Sir, he knows where he is, but he is lying. Yes, you are correct. He is a bloody liar. I am not a liar. You thought I am an illiterate fool? I am a retired military man. I have served as an havildar clerk in Second World War. Even the poor, I am an honest man. So don't call me bloody liar. I am sorry, Mr. Mamuka. നിങ്ങൾ പഠിച്ച ഒരാളാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. That's all right. ഒരു എക്സ് മിലിറ്ററി മാൻ എന്ന നിലയിൽ പോലീസിനെ സഹായിക്കേണ്ട കടമ നിങ്ങൾക്കില്ലേ? നമ്മൾ എന്ത് സഹായം ചെയ്യുന്നു നിങ്ങൾ പറയും. പീറ്റർ എവിടെയുണ്ടെന്ന് നിങ്ങൾ പറയണം. എന്നാൽ പടച്ചോനെ സാക്ഷി നിർത്തി നമ്മൾ പറയാണ് പീറ്റർ ഇപ്പൊ എവിടെയാണെന്ന് നമുക്കറിയില്ല. പ്ലീസ് ബിലീവ് മൈ വേർഡ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു. വരൂ കുറുപ്പേ. അന്ന് കണ്ടതിന് ശേഷം പീറ്റർ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. പിന്നെ അവൻ എവിടെ പോയി? ഇനി വീട്ടിൽ കാണുമോ? അവർ നമ്മൾ അന്വേഷിച്ചു എത്തപ്പാൻ സുഖമില്ലാണ്ടിരിക്കുക. അതുകൊണ്ട് അവനെ കണ്ടാൽ അങ്ങോട്ട് പറഞ്ഞു വിടണം. അവന്റെ ഉമ്മയും പറഞ്ഞു. അല്ലോ, ഉണ്ണിയാണല്ലോ വരുന്നത്. നമ്മൾ ഇതിനകത്ത് പറഞ്ഞേക്കാം. നമ്മുടെ കാര്യം എന്താണെന്ന് ചോദിക്കുക. ഞാൻ ടീച്ചറെ ക്ഷണിക്കാൻ വന്നതാ. കല്യാണ വീട്ടിലേക്കല്ല, കരടിക്കുഴിയിലേക്ക്. കരടിക്കുഴിയിലേക്കോ? നിന്റെ കാമുകനെ അവിടെ ഇരുമ്പ് ചങ്ങലയെ തളച്ചിട്ടിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നിനക്ക് അവനെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ എന്റെ കൂടെ വരണം. നമ്മൾ ആദ്യം കരടിക്കുഴിയിലേക്ക് പോവാം. നമ്മൾ അവന്റെ കൂടെ ഇത്തിരി കഴിഞ്ഞേ വരാം. എന്താ ഇത്ര വലിയ ആലോചന? ഞാൻ നിങ്ങളുടെ കൂടെ വന്നാൽ പീറ്ററെ വിട്ടയക്കുമോ? തീർച്ചയായും. പക്ഷേ ഒരു കണ്ടീഷൻ. എന്താണ്? അവന്റെ കൺമുമ്പിൽ വെച്ച് നീ എന്റെ ഭാര്യയായി തീരും. എന്താ മിണ്ടാത്തത്? ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ, എങ്കിൽ വരൂ. ഏതായാലും ഒരു നല്ല കാര്യത്തിന് പോവല്ലേ. ഞാൻ ഈ സാരി ഒന്ന് മാറിയിട്ട് വരാം.
മമ്മുക്ക എന്താ ഇപ്പൊ വിശ്വാസമായോ? അശ്വതി, ഇവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. ആ ശല്യം ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കാം. അല്ല, ഇപ്പോഴാണ് ഒരു മനുഷ്യന്റെ കോലം വന്നത്. ആ കരടിക്കുഴി കിടന്ന് ചത്തുപോകുന്നാ ഞാൻ വിചാരിച്ചത്. ഇത്രയും ദിവസം നീ എങ്ങനെ അതിനകത്ത് കഴിഞ്ഞു? അതൊന്നും പറയാതിരിക്കാൻ നല്ലത്. പാപ്പ, പീറ്ററേട്ടന്റെ അപ്പന് സൂക്കേട് കൂടുതലാണെന്ന് ഒരാൾ വന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ പോയിട്ട് വരാം നമുക്ക്. ഞാനും വരാം. നമ്മൾ പോവാ. നീ ഇപ്പൊ പോകുന്ന അപകടം. മോളെ ജോലിക്ക് ഓർമ്മ പാപ്പി പോരാ. വീട്ടിലെ നീ വീട്ടിലേക്ക് ചെല്ല്. നമ്മൾ ഇവിടെ നിൽക്കാം. പോലീസുകാരും മരുന്ന് കണ്ടാലും നമ്മൾ വിസിലടിക്കും. ശരി. നമ്മുടെ മോൻ വന്നിരിക്കുന്നു. ഞാനാണ്. നിന്നെ എനിക്ക് കാണണ്ട. എന്റെ ഈശോയെ, വെള്ളം കുടിക്കപ്പാ. എന്റെ ദൈവമേ, ഞാൻ നിരപരാധിയാണെന്ന് നിനക്കറിയാം. ആ സത്യം എന്റെ അപ്പനെ എങ്ങനെ മനസ്സിലാക്കാം? നടക്കടാ. മോനെ, അച്ഛനെ ഒന്ന് വിളിപ്പിക്കണം. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. നിങ്ങൾ എന്തിന് പീറ്ററെ കൊല്ലാൻ ശ്രമിച്ചു? ആരുടെയെങ്കിലും പ്രേരണ ഇതിന്റെ പിന്നിലുണ്ടോ? മിസ്റ്റർ ഉണ്ണി, എത്ര ആഴത്തിൽ കുഴിച്ചു മൂടിയാലും സത്യമൊരിക്കൽ വെളിച്ചത്ത് വരും. ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ ഈ പള്ളിമേടയിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങളെല്ലാവരും കൂടി ക്രൂശിച്ച്
ഫാദർ ജെയിംസ് ജീവിച്ച സ്ഥലമാണിത്. അദ്ദേഹം നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ലേ? ആപത്തുകളിൽ നിങ്ങളെ സഹായിച്ചില്ലേ? നന്മയല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ മനുഷ്യ സ്നേഹിയെ നിങ്ങൾ എന്തിനു കൊന്നു? ഞാനല്ല സാർ കൊന്നത്, ഞാനല്ല. പിന്നെ ആരാണ്? പറയൂ. പറയാം സാർ, ജെയിംസ് അച്ഛനെ കൊന്നത് നമുക്ക് പറയാ.